ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മക്കളുടെ മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്. വൺ ഫ്രാക്ഷൻ മെനി ഫോംസ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിലെ ഫുൾ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്ത് നോക്കുന്നത്. മലയാളം മീഡിയക്കാർക്ക് വേണ്ട ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവർ STD6 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റോ അല്ലെങ്കിൽ STD6 ന്യൂ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റോ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. We have seen in class 5 how parts of a measure can be written as fractions. അപ്പോൾ നമ്പേഴ്സിനെ എങ്ങനെ നമുക്ക് പാർട്സ് ഓഫ് മെഷർമെൻറ്റിനെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻസ് ആക്കി മാറ്റാമെന്ന് നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചു അല്ലേ. അതിനൊരു എക്സാമ്പിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, ഒരു സർക്കിളിനെ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള രണ്ട് പാർട്ടാക്കുകയാണെങ്കിൽ അതിലൊരു പാർട്ട് 1/2 അല്ലെങ്കിൽ ഹാഫ് പാർട്ടാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ്, അതേ സംഭവം തന്നെയാണ് നമുക്കിവിടെ താഴെ ഒരു റിബണെ ഈക്വൽ ആയിട്ടുള്ള രണ്ട് പീസുകളാക്കി കട്ട് ചെയ്തു. 1 മീറ്ററുള്ള റിബണെ അങ്ങനെയാണെങ്കിൽ ഓരോന്നും ഹാഫ് മീറ്റർ അല്ലെങ്കിൽ ഓരോന്നും 1/2 മീറ്റർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ഒരു സർക്കിളിനെ തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള 4 പാർട്സ് ആക്കിയാൽ അതിൽ ഓരോ പാർട്ടും 1/4 ആണെന്ന് പറയുന്നത്. അതായത് ഈക്വൽ ആയിട്ടുള്ള 4 പാർട്ടാക്കിയതിൽ ഓരോന്നാണ് ഓരോ പാർട്ട് എന്ന് നമുക്ക് പറയാം. ഇനി ഒരു റിബണെ 1 മീറ്ററുള്ള ഒരു റിബണെ ഇതുപോലെ തന്നെ 4 ഈക്വൽ പാർട്സ് ആക്കി നമ്മൾ കട്ട് ചെയ്താൽ അതിലൊരു പാർട്ട് 1/4 മീറ്റർ ആണെന്ന് നമുക്ക് പറയാം. ഇനി ഒരു സർക്കിളിനെ ഈക്വൽ ആയിട്ടുള്ള 4 പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ 3 പാർട്സ് എടുത്തു. അപ്പം അത് 3/4 ആണെന്ന് നമുക്ക് പറയാം. അതായത് ഈക്വൽ ആയിട്ടുള്ള 4 പാർട്സിൽ 3 ഭാഗം, അതാണ് 3/4 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് തന്നെയാണ് ഒരു റിബണിൻ്റെ കാര്യത്തിൽ എന്നുണ്ടെങ്കിലോ, 1 മീറ്റർ റിബൺ എടുത്ത് നമ്മൾ ഈക്വൽ ആയിട്ട് 4 കട്ട് ചെയ്തു. അതിൽ 3 പാർട്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 3/4 മീറ്റർ ആണ്. We have also seen that the fractions in different forms can be the same measure. For example, 2/4 and 1/2 give the same part. ഇനി സെയിം ഫ്രാക്ഷൻ തന്നെ ഡിഫറെൻറ്റ് ഫോംസിൽ വന്നാൽ സെയിം ആയിട്ട് ഈക്വൽ ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു സർക്കിളിനെ ഈക്വൽ ആയിട്ടുള്ള 4 പാർട്സ് ആക്കി അതിൽ 2 പാർട്ട് എടുത്തു. അപ്പോൾ അതെന്താണ് 2/4 ആണല്ലേ. അത് തന്നെയാണ് എന്ത് വരുന്നത്, ഈക്വൽ ആയിട്ടുള്ള 2 പാർട്ടിൽ ഒരു പാർട്ട് വരുന്നത് 1/2 എന്ന് പറയുന്നത്. സോ 2/4 ഈക്വൽ ടു 1/2 ആണെന്ന് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ പിക്ചറിൽ നമുക്ക് തന്നിരിക്കുന്നതും അത് തന്നെയാണ്. ഒരു മീറ്റർ റിബണെ ആദ്യം 4 ഈക്വൽ പാർട്സ് ആക്കി. അപ്പോൾ 4 പാർട്സ് ആണുള്ളത്. അതിൽ 2 പാർട്സ് നമ്മൾ എടുത്തു. ദാറ്റ് മീൻസ് 2/4 മീറ്റർ ആണ്. ഇനി ഈക്വൽ ആയിട്ടുള്ള 1 മീറ്ററിനെ ഈക്വൽ ആയിട്ടുള്ള 2 പാർട്സ് ആക്കിയിട്ടാണ് മാറ്റിയത്. അതിലൊരു പാർട്ട് എടുത്താൽ അത് 1/2 ആണ്. പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 1/2 എന്ന് പറയുന്നതും 2/4 എന്ന് പറയുന്നതും എന്താണ്, സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. Similarly, we have seen 3/6 is also 1/2. ഇനി 3/6ഉം എന്താണ്, 1/2ക്ക് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഫ്രാക്ഷൻസിൻ്റെ മറ്റൊരു ഫോം ആണ് 3/6. അതും 1/2ക്ക് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3/6 എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള 6 പാർട്സ് ആക്കി അതിൽ 3 പാർട്സ് നോക്കൂ. അപ്പോൾ അതൊരു സർക്കിളിൻ്റെ ഹാഫ് പോർഷൻ വരും അല്ലേ. 3 പാർട്സ് എന്ന് പറയുമ്പോൾ ഹാഫ് പോർഷൻ വരും. അത് തന്നെയാണ് ഇനി നമ്മൾ 1/2 സർക്കിളിനെ ഈക്വൽ ആയിട്ടുള്ള 2 പാർട്സ് ആക്കി അതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നതും. റിബണിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് അവിടെ പിക്ചറൈസേഷൻ തന്നിട്ടുണ്ട്. ഈക്വൽ ആയിട്ടുള്ള 6 പാർട്സ് ആക്കി അതിൽ 3 പോർഷൻസ് നമ്മൾ എടുത്താൽ അത് 3/6 ആണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള 1 മീറ്റർ റിബണിനെ 2 പാർട്സ് ആക്കിയിട്ട് അതിലൊരു പാർട്ട് എടുക്കുന്നതും. സോ 1/2 ഈക്വൽസ് 3/6 ഇസ് ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് പറയാം. അപ്പോൾ 1/2 ഇസ് ഈക്വൽ ടു 2/4 ആണ്. അതും എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/6 ആണ്. ഹൗ ഡു വി ഗെറ്റ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 1/2? അപ്പോൾ നമുക്കിവിടെ 1/2ൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് മക്കളെ? സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 1/2നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 2/4 കിട്ടി. അതിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 3/6 കിട്ടി. അങ്ങനെ പറയാം. If an object of a measure is divided into 2 equal parts, each is 1/2 of the whole. ഒരു മുഴുവൻ വസ്തുവിനെ 2 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലൊരു പാർട്ട് എന്ന് പറയുന്നത് 1/2 ആണ്. But if each of these 2 equal parts is again split into 2 equal parts, ഇനി ഈ 2 ഈക്വൽ പാർട്ടിനെയും നമ്മൾ വീണ്ടും 2 പാർട്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്താൽ ടോട്ടൽ 2 × 2 = 4 ഈക്വൽ പാർട്സ് വരും അല്ലേ. ടു ഗെറ്റ് 1/2 ഓഫ് ദ ഹോൾ വി മസ്റ്റ് ടേക്ക് 2 ഓഫ് ദിസ്. ഇതിൽ ഈ 4 പാർട്ടിൽ നമുക്ക് 1/2 കിട്ടണം അല്ലെങ്കിൽ ഹാഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ 2 പാർട്സ് വീതം എടുക്കണം. ദാറ്റ് ഈസ് 1/2 is equal to 2/4.
വാട്ട് ഇഫ് ഈച്ച് ഓഫ് ദ 2 ഈക്വൽ പാർട്സ് ഈസ് സ്പ്ലിറ്റ് ഇൻ 3 ഈക്വൽ പാർട്സ്? ഇനി 2 പാർട്സ് ആക്കിയതിലെ നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കണം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ടോട്ടൽ എന്ത് വരും? 2 × 3 = 6 in all വരും. ടു ഗെറ്റ് 1/2 ഓഫ് ദ ഹോൾ വി മസ്റ്റ് ടേക്ക് 3 ഓഫ് ദസ്. ഇതിലെ പകുതി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 6 പീസിൽ പകുതി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 പീസ് എടുക്കണം. ദാറ്റ് ഈസ് 1/2 = 3/6. വി ക്യാൻ കണ്ടിന്യൂ ലൈക്ക് ദിസ് ആസ് മെനി ടൈംസ് ആസ് വി വോണ്ട്. അപ്പോൾ എത്ര നമുക്ക് വേണോ അത്രയും നമുക്ക് ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ഡിവൈഡ് ഈച്ച് ഓഫ് ദ 2 ഈക്വൽ പാർട്സ് ഇൻറ്റു 50 ഈക്വൽ പാർട്സ്. ഇനി ഈ 2 ഈക്വൽ പാർട്സിനെ നമുക്ക് തുല്യമായിട്ടുള്ള 50 പാർട്സ് ആക്കണമെങ്കിൽ നമ്മൾ ഓരോന്നും എത്ര എണ്ണം വീതം ആക്കേണ്ടി വരും? 50 × 2 = 100 ഈക്വൽ പാർട്സ് ടോട്ടൽ ഉണ്ടായിരിക്കും. ടു ഗെറ്റ് 1/2 ഓഫ് ദ ഹോൾ ഹൗ മെനി ഓഫ് ദീസ് ഷുഡ് വി ടേക്ക്? ഇതിലെ ഹാഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എടുക്കേണ്ടി വരും? 50/100 എടുക്കേണ്ടി വരും അല്ലേ? അതായത് 100 പീസസിൽ 50 എടുക്കേണ്ടി വരും. അപ്പല്ലേ നമുക്ക് പകുതി കിട്ടുള്ളൂ. വാട്ട് അനദർ ഫോം ഓഫ് 1/2 ഡു വി ഗെറ്റ് ഫ്രം ദിസ്? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന 1/2ൻ്റെ മറ്റൊരു ഫോം എന്ന് പറയുന്നത് എന്താണ്? 1/2 = 50/100. In the fraction 50/100, the lower number shows the number of equal parts we have divided the whole into, and the upper number 50 shows how many of these equal parts we take. അപ്പോൾ ഇവിടെ 50/100 എന്ന് എഴുതിയതിൽ 100 താഴെയുള്ള 100 മെൻഷൻ ചെയ്യുന്നത് എന്താണ്? നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആക്കി എന്നതാണ് മെൻഷൻ ചെയ്യുന്നത്. മുകളിൽ എഴുതിയിരിക്കുന്ന 50 മെൻഷൻ ചെയ്യുന്നത് ഈ ഈക്വൽ പാർട്സിൽ നമ്മൾ എത്ര എണ്ണം എടുത്തു എന്നതാണ്. മനസ്സിലായോ? അതാണ് 50/100. ഇപ്പം നമ്മൾ 2/4 ആണെങ്കിൽ താഴെയുള്ള 4 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 4 ഈക്വൽ പാർട്സ് ആക്കി. എത്ര ഈക്വൽ പാർട്സ് ആക്കി? 4. അതാണ് മെൻഷൻ ചെയ്യുന്നത്. മുകളിൽ എഴുതിയിരിക്കുന്ന 2 എന്താണ്? നമ്മൾ ഈ 4 ഈക്വൽ പാർട്സിൽ 2 പാർട്ടാണ് എടുത്തത്. ഇങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 50 ഈസ് കോൾഡ് ദ ന്യൂമറേറ്റർ ആൻഡ് 100 ഈസ് കോൾഡ് ദ ഡിനോമിനേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ 50/100. അപ്പോൾ താഴെ എഴുതിയിരിക്കുന്ന സംഖ്യ നമ്മൾ ഡിനോമിനേറ്റർ എന്നും മുകളിൽ എഴുതിയ സംഖ്യയെ ന്യൂമറേറ്റർ എന്നുമാണ് വിളിക്കുന്നത്. സോ 50/100ൽ 50 ന്യൂമറേറ്ററും 100 ഡിനോമിനേറ്ററുമാണ്. നൗ ലുക്ക് അറ്റ് ദ മെനി ഫോംസ് ഓഫ് 1/2. ഇനി 1/2ൻ്റെ മറ്റ് ഫോംസ് ആണ് 1/2, 2/4, 3/6, 4/8 എക്സെട്ര എന്ന് പറയുന്നത്. ഇൻ ഓൾ ദിസ് ദ ഡിനോമിനേറ്റേഴ്സ്, ഈ എഴുതിയതിൽ ഡിനോമിനേറ്റേഴ്സ് വരുന്നത് താഴെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് ആണ്. അതായത് 2, 4, 6, 8 അങ്ങനെയാണ് വരുന്നത്. ദീസ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 2. ഇതൊക്കെ എന്താണ്? 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അതുപോലെ ന്യൂമറേറ്റേഴ്സ് വരുന്നത് 1, 2, 3, 4 മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് ആണ്. ദ നമ്പേഴ്സ് വിച്ച് ഈസ് 2 ഈസ് മൾട്ടിപ്ലൈഡ്. അതായത് 2നെ നമ്മൾ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തോ ആ നമ്പറാണ് മുകളിൽ എഴുതിയിരിക്കുന്ന ന്യൂമറേറ്റേഴ്സ്. കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ 1/2ൽ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 2നെ നമ്മൾ 1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ അത് ന്യൂമറേറ്റർ. നമ്മൾ താഴെ വരുന്ന 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ താഴെ എഴുതിയിരിക്കുന്ന 4 ആണ്. അത് ഡിനോമിനേറ്റർ. ഇനി 1/2നെ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 3 മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച സംഖ്യയായിട്ടുള്ള 3 ന്യൂമറേറ്റർ ആണ് മുകളിൽ എഴുതി. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 6 ആണ്. അതായത് 2 × 6 എന്ന് പറയുന്ന 3 എന്ന് പറയുന്നത് എന്താണ്? 6 ആണല്ലേ? സോ ആ നമ്പർ താഴെ എഴുതി. അതാണ് ഡിനോമിനേറ്റർ. നെക്സ്റ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് 1/3. We have seen that 1/3 and 2/6 given the same part. 1/3ഉം 2/6ഉം ഒരേ ഈക്വൽ ആണെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലേ? സോ അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒരു സർക്കിളിനെ ഈക്വൽ ആയിട്ടുള്ള 6 പാർട്സ് ആക്കി അതിൽ 2 പാർട്സ് എടുത്താൽ അതാണ് 2/6 അല്ലെങ്കിൽ അതാണ് 1/3. അതുതന്നെയാണ് ഒരു റിബണിൻ്റെ കാര്യത്തിൽ. 1 മീറ്റർ ലെങ്ത്തുള്ള ഒരു റിബൺ എടുത്ത് അതിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ 2/6 എന്ന് പറയുന്നത് നമ്മൾ 2 പീസസ് എടുക്കുന്നതാണ്. 1/3 എന്ന് പറയുന്നതിനോട് ഈക്വൽ ആണ് ഇതും. ഇൻ വാട്ട് അതർ വേസ് ക്യാൻ ബി റൈറ്റ് 1/3? 1/3യെ നമുക്കിനി വേറെ ഏതൊക്കെ ഫോമിൽ എഴുതാം? ഒരുപാട് എഴുതാം. 3യുടെ ഒരുപാട് മൾട്ടിപ്പിൾസ് ആക്കി നമുക്കതിനെ മാറ്റി എഴുതാം. വാട്ട് ഇഫ് വി സ്പ്ലിറ്റ് എ സർക്കിൾ ഇൻറ്റു 9 ഈക്വൽ പാർട്സ്? ഹൗ മെനി പാർട്സ് ഷുഡ് വി ടേക്ക് ടു ഗെറ്റ് 1/3 ഓഫ് ദ ഹോൾ? ഇനി ഒരു സർക്കിളിനെ 9 ഈക്വൽ പാർട്സ് ആക്കുകയാണെങ്കിൽ അതിൽ 1/3 കിട്ടാൻ നമ്മൾ എത്ര പാർട്സ് എടുക്കേണ്ടി വരും? 9/3. 9/3 എത്രയാണ്? 3 അല്ലേ? 3 ആണ് ആൻസർ വരുന്നത്. സോ 3 ഈക്വൽ പാർട്സ് എടുക്കണം. അതായത് 3/9 ചെയ്യണം. 3/9 is equal to 1/3. In the same manner, if we divide 1 meter into 9 equal parts and take 3 of them, we get 1/3 meter. അതുതന്നെയാണ് ഒരു റിബണിൻ്റെ കാര്യത്തിൽ, 1 മീറ്റർ ലെങ്ത്തുള്ള ഒരു റിബണിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. 1 മീറ്റർ ലെങ്ത്തുള്ള റിബൺ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള 9 പീസസ് ആക്കിയാൽ അതിൽ 3 പീസുകൾ എടുത്താലാണ് നമുക്ക് 3/9 അല്ലെങ്കിൽ 1/3ക്ക് ഈക്വൽ ആയിട്ടുള്ള 3/9 കിട്ടുക.
വി ക്യാൻ കണ്ടിന്യൂ ദിസ് ഓൾസോ ആസ് ഇൻ ദ കേസ് ഓഫ് 1/2. നമുക്ക് 1/2ൻ്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നോക്കൂ, ഇഫ് ആൻ ഒബ്ജക്റ്റ് ഓർ എ മെഷർമെൻറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ പാർട്സ് ഈച്ച് ഈസ് 1/3 ഓഫ് ദ ഹോൾ. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് ഈക്വലായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം 1/3 ആയിരിക്കും അല്ലേ, അതായത് 3 പാർട്സിൽ ഒരു പാർട്ടാണ് വരുന്നത്. വാട്ട് if each of these 3 equal parts is again split into the equal parts? ഈ 3 പാർട്ട് വീണ്ടും ഈക്വൽ ആയിട്ടുള്ള പാർട്ടാക്കി മാറ്റിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ഉണ്ടായിരിക്കും ടോട്ടൽ? 2 into 3 equal to 6 equal parts in all. To get 1/3 of the whole, we must take 2 of this. ഈ 6 പാർട്ടിൽ നമുക്ക് 1/3 പാർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോന്നും എത്രയാണ്? 2 എണ്ണം വീതം എടുക്കേണ്ടി വരും അല്ലേ, അതായത് 6 divided by 2. അതപ്പോഴല്ലേ നമുക്ക് ഈ 3 കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് 1/3 equal to 2/6. What if each of the 3 equal parts is split again into 3 equal parts? ഈ ഇപ്പോൾ ഉള്ള 3 ഈക്വൽ പാർട്സ് വീണ്ടും 3 ഈക്വൽ പാർട്സ് ആക്കിയാൽ ടോട്ടൽ എത്ര ഉണ്ടാവും? 3 into 3 equal to 9 ഇൻ ഓൾ. ടോട്ടൽ 9 പാർട്സുകൾ ഉണ്ടായിരിക്കും. ടു ഗെറ്റ് 1/3 ഓഫ് ദ ഹോൾ വി മസ്റ്റ് ടേക്ക് 3 ഓഫ് ദിസ്. ഇതിൽ നിന്ന് 1/3 കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് 9 പാർട്സിൽ നിന്ന് നമുക്ക് 1/3 പോർഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 9/3 ചെയ്യണം. ദാറ്റ് മീൻസ് 3. ഓക്കെ, സോ 1/3 equal to 3/9. What if we divide each of the 3 equal parts into 25 equal parts? ഇനി 3 ഈക്വൽ പാർട്സിനെ നമ്മൾ 25 ഈക്വൽ പാർട്സ് ആക്കിയാൽ ടോട്ടൽ എത്ര ഉണ്ടാവും? 3 into 25 equal to 75 in all. How many of them should be taken to get 1/3 of the whole? ഇതിൽ നിന്ന് 1/3 പോർഷൻസ് കിട്ടണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടി വരും? 75 divided by 3 equal to 25 പാർട്സ് വേണ്ടി വരും. What another form of 1/3 do we get from this? ഇവിടെ നിന്ന് നമുക്ക് 1/3യുടെ ഏത് ഫോമാണ് വേറെ കിട്ടിയത്? 25 divided by 75. 25/75. അതായത് that means 1/3 equal to 25/75. Now look at these forms of 1/3. ഇനി 1/3യുടെ കുറച്ച് ഫോംസ് നമുക്ക് ഫ്രാക്ഷണൽ ഫോംസ് അവിടെ തന്നിട്ടുണ്ട്. 1/3, 2/6, 3/9, 4/2, എക്സെട്ര എക്സെട്ര എക്സെട്ര. അതായത് 1/3യെ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2/6 കിട്ടി, 3 വെച്ച് ചെയ്തപ്പോൾ 3/9 കിട്ടി, 4 വെച്ച് ചെയ്തപ്പോൾ 4/12 കിട്ടി. അങ്ങനെ വരും കേട്ടോ. ഇൻ ഓൾ ദീസ് ദ ഡിനോമിനേറ്റേഴ്സ് 3, 6, 9, 12 ആർ മൾട്ടിപ്പിൾസ് ഓഫ് 3 ആൻഡ് ദ ന്യൂമറേറ്റേഴ്സ് 1, 2, 3, 4 ആർ ദ നമ്പേഴ്സ് ബൈ വിച്ച് 3 ഈസ് മൾട്ടിപ്ലൈഡ്. ഇവിടെ വന്നിരിക്കുന്ന ഡിനോമിനേറ്റേഴ്സ് ആയിട്ടുള്ള 3, 6, 9, 12 തുടങ്ങിയിട്ടുള്ള നമ്പേഴ്സ്, താഴെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അതുപോലെ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ്, അതായത് 1, 2, 3, 4 എക്സെട്ര 5 അങ്ങനെ വരുന്ന നമ്പേഴ്സൊക്കെ എന്താണ്? നമ്മൾ 3യെ മൾട്ടിപ്പിൾ ചെയ്യാൻ യൂസ് ചെയ്ത നമ്പറാണ്. ഇനി നമുക്ക് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. Question 1, ഫൈൻഡ് ദ ഫ്രാക്ഷൻ സ്പെസിഫൈഡ് ബിലോ. താഴെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫോം ഓഫ് 1/2 വിത്ത് ഡിനോമിനേറ്റർ 24. ഡിനോമിനേറ്റർ 24 ആയ 1/2ൻ്റെ ഫ്രാക്ഷണൽ ഫോം. സോ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ 24 ആണെന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? താഴെ ആയിരിക്കും അല്ലേ 24 വരുന്നത്. സോ 24/2 ചെയ്താൽ മതി ശരിക്ക്. അപ്പോൾ ന്യൂമറേറ്റർ കാണാൻ 25/2 ചെയ്യുക. സോ 24/2 ചെയ്യുമ്പോൾ നമുക്ക് 12 ആണ് കിട്ടുന്നത്. സോ 12 ആണ് മുകളിൽ വരിക. 12/24 ആണ് ആൻസർ. സെക്കൻഡ് വൺ, ദ ഫോം ഓഫ് 1/2 വിത്ത് ന്യൂമറേറ്റർ 24. ന്യൂമറേറ്റർ 24 ആവുമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ മുകളിലാണ് വരിക. സോ 24 താഴെയുള്ള ഡിനോമിനേറ്റർ കാണാൻ എന്ത് ചെയ്യണം? 24 into 2 ചെയ്യണം. ആൻസർ 48 ആണ്. സോ 24/48 ആണ് ആൻസർ വരുന്നത്. മൂന്നാമത്തേത് നോക്കൂ. ദ ഫോം ഓഫ് 1/3 വിത്ത് ഡിനോമിനേറ്റർ 24. 24 ഡിനോമിനേറ്റർ ആയിട്ടുള്ള 1/3യുടെ മറ്റൊരു ഫ്രാക്ഷണൽ ഫോം. ഡിനോമിനേറ്റർ ആയതുകൊണ്ട് തന്നെ 24 എവിടെ വരും മക്കളെ? താഴെയാണല്ലേ വരുന്നത്. സോ താഴെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ന്യൂമറേറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 24 divided by 3 ചെയ്യണം. 24നെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 8 ആണല്ലേ വരുന്നത്. സോ 8 വരുമ്പോൾ 8 into 3 equal to 24 ആണ്. 8/24 ആണ് 1/3യുടെ മറ്റൊരു ഫോം. ഇനി നാലാമത്തേത് നോക്കൂ. ദ ഫോം ഓഫ് 1/3 വിത്ത് ന്യൂമറേറ്റർ 24. 1/3യുടെ ന്യൂമറേറ്റർ 24 ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷണൽ ഫോം. ന്യൂമറേറ്റർ ആയതുകൊണ്ട് തന്നെ 24 മുകളിലാണ് വരിക. സോ ഡിനോമിനേറ്റർ കാണാൻ 24 into 3 ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യുക. 4 into 3 12 ആണ്. 2 into 3 6 ആണ്, 72. സോ 24 divided by 72 ആണ് ആൻസർ. അഞ്ചാമത്തേത് ദ ഫോം ഓഫ് 1/4 വിത്ത് ന്യൂമറേറ്റർ 100. 1/4ൻ്റെ 100 ന്യൂമറേറ്റർ ആയിട്ടുള്ള ഫോം. ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ 100 മുകളിൽ വരും. സോ ഡിനോമിനേറ്റർ കാണാൻ 100 into 4 ചെയ്യണം. 400 ആണ് ആൻസർ. സോ 100/400 ആണ് ആൻസർ വരുന്നത്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് 3 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് 1/4. 1/4ൻ്റെ 3 ഡിഫറെൻറ്റ് ഫോംസ് എഴുതണം. സോ നമുക്ക് എഴുതാം. ഇതിൻ്റെ എന്ത് ചെയ്താൽ മതി മക്കളെ? 2ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കിയിട്ട് എഴുതിയാൽ മതി. സോ അതായത് 1/4നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 2, 3, 4 അങ്ങനെയുള്ള ഓരോ സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. 1/4നെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2/8 എന്ന് കിട്ടും. ഇനി 3 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 1 × 3 3/12 ആണ് വരുന്നത്. 4 വെച്ചാണെങ്കിൽ 4/16 എങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഏത് നമ്പർ വരെ വേണമെങ്കിലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പോവാം. Question 3. For each of the pair of fractions below, find 3 forms with the same denominator. താഴെ നമുക്ക് ഓരോ ജോഡി സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഫോമിലും 3 ഫോം വീതമുള്ള ഫ്രാക്ഷണൽ ഫോംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡിനോമിനേറ്റർ മാറാതെ, ഡിനോമിനേറ്റർ സെയിം ആവണം കേട്ടോ. അങ്ങനെ 3 ഫോംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ നമ്പേഴ്സിനെയും നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. അതേപോലെ 1/2നെ ആദ്യം 2 വെച്ച് പിന്നെ 3 വെച്ചൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ അതുപോലെ 1/3യെയും അങ്ങനെ ചെയ്യുക. അങ്ങനെ പോകുന്ന സമയത്ത് ഈക്വലായിട്ട് സെയിം ഡിനോമിനേറ്റർ വരുന്നത് എവിടേക്കാണ് എന്ന് നോക്കുക. അങ്ങനെയുള്ള 3 ഫോംസ് എടുക്കുക. സോ നമുക്ക് ആദ്യം 1/2നെ മൾട്ടിപ്ലൈ ചെയ്യാം. 1/2നെ 2 വെച്ച് ചെയ്യുമ്പോൾ 2/4, പിന്നെ രണ്ടിലും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/6, ദെൻ 4/8, ദെൻ 5 വെച്ചാണെങ്കിൽ 5/10, 6 വെച്ചാകുമ്പോൾ 6/12, 7 വെച്ചാകുമ്പോൾ 7/14, 8 വെച്ചാകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ 8/16, 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9/18, 10 വെച്ചാകുമ്പോൾ 10/20. അപ്പം ഞാൻ 10 വരെ എടുക്കുന്നുള്ളൂ. അങ്ങനെ സോൺ അത്രയും നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ നെക്സ്റ്റ് 3യുടെ ആണ് നോക്കുന്നത്. അത് 2 വെച്ചാകുമ്പോൾ 2/6, 3 വെച്ചാകുമ്പോൾ 3/9, 4 വെച്ചാകുമ്പോൾ 4/12, 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/15, ദെൻ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6/18, ദെൻ 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7/21, 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8/24, പിന്നെ അതുപോലെ 9 വെച്ച് രണ്ടിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9/27, 10 വെച്ച് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10/30. ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ സെയിം വരുന്നത് ഏതൊക്കെയാണ്? 3/6, അതുപോലെ 2/6, പിന്നെ അതുപോലെ 6/12, 4/12, പിന്നെ 9/18, അതുപോലെ 6/18. ഇത്രയും ഫോംസ് ആണ്. സെക്കൻഡ് വരുന്നത് നോക്കൂ, 1/2, 1/4 ഈ 2 പെയേഴ്സാണ്. ഇതിൻ്റെ ഡിനോമിനേറ്റർ സെയിം വരുന്ന ജോഡികൾ നമ്മൾ എഴുതണം. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം? ഈ 2 × 4 രണ്ടിലെയും ഡിനോമിനേറ്റർ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരുപാട് എഴുതി നോക്കണ്ട. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് 2 × 4 = 8 ആണ് കിട്ടുന്നത്. സോ 8ൻ്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എടുത്താൽ മതി. 8, 16, 24, 32, 30, 40 അങ്ങനെ വരും. ഇനി നമുക്ക് ഈ മൾട്ടിപ്പിൾസ് എപ്പോഴൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അതായത് 1/2, 1/2നെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4/8 വരും. അതിന് നമ്മൾ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 8/16 വരും. 1/2നെ നമ്മൾ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 12/24 വരും. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ 4ൻ്റെ ആണെങ്കിലും 1/4നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2/8 വരും. പിന്നെ അതിനെ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 4/16 വരും. അതുപോലെ നമ്മൾ അതിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 6/24 വരും. ഇനി നെക്സ്റ്റ് വരുന്നത് 1/3ഉം 1/4ഉം ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡിനോമിനേറ്റർ ആയിട്ടുള്ള 3ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 4 = എത്രയാണ് മക്കളെ? 12 ആണല്ലേ. സോ 12ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അടുത്തത് നമുക്ക് ആൻസേഴ്സ് ആയിട്ട് വരിക. അതായത് സെയിം ഡിനോമിനേറ്റർ ആയിട്ട് വരിക. അതായത് 12 വരും, പിന്നെ 2 × 12 24 വരും, 3 × 12 36, 4 × 12 48, സോ ഓൺ അങ്ങനെ വരും കേട്ടോ. ഇനി നമുക്കിതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് 1/3യെയും 1/4യെയും നമ്മൾ ഓരോ നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം 1/3യുടേതാണ്. ആദ്യം 12 വരുന്ന രീതിക്ക് നോക്കാം. 1/3യെ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4 × 3 ആണ് 12. സോ 12 വരെ 4/12, പിന്നെ 8/24, 36 വരുന്നത് 12/36, പിന്നെ അതുപോലെ ഇനി 1/4ൻ്റെതാണ്. 1/4നെ നമ്മൾ 12 എപ്പോഴാണ് വരിക? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. സോ 3/12, പിന്നെ 24 വരുന്നത് 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 6/24, പിന്നെ അതുപോലെ 9/36. ഇത്രയാണ് കോമൺലി വരുന്ന ഡിനോമിനേറ്റേഴ്സ്. Question 4. Does 1/3 have another form with denominator 10, 100 or 1000? Give reason. 1/3ക്ക് 10, 100, 1000 ഇത് ഏതെങ്കിലും ഡിനോമിനേറ്റർ ആയിട്ട് വരുമെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. അതിനുള്ള റീസണും എഴുതണം.
ഇല്ല അല്ലേ? കാരണം നമ്മൾ 10നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, 100നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, 1000നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഇതൊന്നും 3യുടെ മൾട്ടിപ്പിൾസ് അല്ല. സോ നമുക്ക് എങ്ങനെ എഴുതാം? നോ, ടു ചേഞ്ച് എ ഫ്രാക്ഷൻ ഇൻ ടു എ ഫോം വിത്ത് എ സ്പെസിഫിക് ഡിനോമിനേറ്റർ, ടു ന്യൂ ഡിനോമിനേറ്റർ മസ്റ്റ് ബി എ മൾട്ടിപ്പിൾ ഓഫ് ഒറിജിനൽ ഡിനോമിനേറ്റർ. അപ്പോൾ ഒറിജിനൽ ഡിനോമിനേറ്ററിൻ്റെ, അതായത് 3യുടെ മൾട്ടിപ്പിൾ അല്ല ഈ 10ഉം 100ഉം 1000ഉം ഒന്നും. സോ സിൻസ് 10, 100 and thousands are not divisible by 3, 1/3 cannot be written exactly with these denominators. അതുകൊണ്ട് തന്നെ 1/3യുടെ ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് 10ഓ 100ഓ 1000ഓ ഒന്നും വരില്ല. Let's look at another kind of fraction. How do we find different forms of 2/3? 2/3യുടെ വ്യത്യസ്ത ഫോംസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? We get 2/3 by dividing an object or measure into 3 equal parts and taking 2 of this. നമ്മൾ അതിന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു മെഷർമെന്റിനെ 3 ഈക്വൽ പാർട്സ് ആക്കണം. എന്നിട്ട് അതിൽ 2 പാർട്ട് എടുക്കണം. അതാണ് നമുക്കിവിടെ ഒരു സർക്കിളിനെ ആദ്യം 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ 2 പാർട്സ് എടുത്തു. അതുപോലെ തന്നെ ഒരു റിബണെ 1 മീറ്ററുള്ള റിബണെ 3 ഈക്വൽ പാർട്സ് ആക്കി അതിൽ 2 പാർട്സ് എടുത്തു. സോ അതാണ് 2/3 എന്ന് പറയുന്ന മെഷർമെന്റ്. വാട്ട് ഇഫ് വി ഡിവൈഡ് ഈച്ച് ഓഫ് ദ 3 ഈക്വൽ പാർട്സ് അഗെയിൻ ഇൻ ടു 2 ഈക്വൽ പാർട്സ്? ഈ 3 പാർട്ടും, അതായത് 2/3 ഈ 1/3 3 പാർട്സ് ആക്കിയതിലുള്ള 3 പാർട്ടും വീണ്ടും 2 ഈക്വൽ പാർട്സ് ആക്കി എന്താവും? ഒരു പാർട്ട് നമുക്ക് 4/6 എന്ന് വരും അല്ലേ? അതായത് 2 × 3 = 6 ഈക്വൽ പാർട്സ് വരും. അതിൽ 2 ലാർജ് പാർട്ട് വീതം എടുത്താൽ നമുക്ക് 2 × 2 = 4 സ്മോൾ ഈക്വൽ പാർട്സ് കിട്ടും. ഇൻ അതർ വേർഡ്സ്, ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വൽ പാർട്ട് ഈസ് ഡബിൾഡ്, the number of parts taken also is doubled. ഇനി നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആണോ എടുത്തത്, അത് ഫ്രാക്ഷനിൽ ഡബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുത്ത പാർട്സ് ടോട്ടൽ എത്രയാണോ അതും ഡബിൾ ചെയ്യും. അതായത് ഇപ്പോൾ 1/2 പാർട്ടാണ് ആദ്യം എടുത്തതെന്ന് വിചാരിക്കുക. അതിൽ ഇനി 2 ഈക്വൽ പാർട്സ് നമ്മൾ എടുത്തുന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ ആയിട്ടുള്ള 2 അതിൻ്റെ ഡബിൾ ആവും, അതായത് 2/4 ആവും. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 2/3 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ചെയ്യാന്ന് പറയുമ്പോൾ അതിനെ ഇൻറ്റു 2 ചെയ്തു, അപ്പോൾ 4/6 ആവും. This can also continue. What if we divide each of the first 3 equal parts into 3 equal parts? ഇനി ആദ്യം നമ്മൾ 3 ഈക്വൽ പാർട്സ് ആണ് എടുത്തത്, അതിനെ വീണ്ടും നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കുകയാണെങ്കിൽ എന്താവും? 3 × 3 = ടോട്ടൽ 9 ഈക്വൽ പാർട്സ് വരും. The 2 equal parts taken first become 3 × 2 = 6 equal parts. That is, as the total number of equal parts is tripled, the number of parts taken also is tripled. ഇനി നമ്മൾ ഡബിളിന് പകരം ട്രിപ്പിൾ ആണ്, അതായത് 3 വെച്ചിട്ട് 3 ടൈംസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അപ്പോഴും ഈക്വൽ പാർട്സ് ട്രിപ്പിൾ ആയാൽ ടോട്ടൽ പാർട്സും എന്താണ്? ട്രിപ്പിൾ ആവും. അതായത് ഇപ്പോൾ നമ്മൾ 1/3 ആണ് ടോട്ടൽ ആദ്യം ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. ഇനി ഇതിനെ 3 പാർട്സ് ആക്കി നമ്മൾ എന്ത് ചെയ്തു? ട്രിപ്പിൾ ചെയ്തു, ഈക്വൽ പാർട്സ് ട്രിപ്പിൾ ചെയ്തു. അപ്പോൾ 3 ന്യൂമറേറ്ററിൽ 3 ഉണ്ടായിരിക്കും. സോ ഡിനോമിനേറ്ററിൽ എന്ത് വരും? 3 × 3 = 9 വരും. ദാറ്റ് മീൻസ് 1/3 = 3/9 അങ്ങനെയും വരും. Thus, in all the different forms of 2/3, the denominators are all multiples of 3 and the numerators are 2 multiplied by the numbers by which 3 is multiplied. അതുകൊണ്ട് തന്നെ എന്താണ്? 2/3യുടെ നമ്മൾ ഏത് ഫ്രാക്ഷണൽ ഫോം എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ, അതായത് താഴെയുള്ള നമ്പേഴ്സ് ഒക്കെ 3യുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതുപോലെ ന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്നത് 3 ഏത് നമ്പർ വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്തത് അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും. We can compute different forms of any fraction like this. In general, we can say this: multiplying the numerator and denominator or a fraction by the same natural number gives a form of the same fraction. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ ഒരുപാട് അതിൻ്റെ ഫ്രാക്ഷണൽ ഫോംസ് എഴുതാനായിട്ട് പറ്റും. നമുക്ക് പൊതുവായിട്ട് എങ്ങനെ പറയാം? ഒരു ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രം 1, 2, 3, 4 എക്സെട്ര അങ്ങനെ കേട്ടോ, അത് ആ ഫ്രാക്ഷൻ്റെ മറ്റൊരു ഫോം തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. താഴെ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. നൗ കാണ്ട് യു ഫിൽ അപ്പ് ദ ഫോളോയിങ് ടേബിൾ ബൈ മൾട്ടിപ്ലൈങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എ നമ്പർ. ഇനി ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ടേബിൾ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഈ ടേബിളിലെ ഫ്രാക്ഷൻ, അതിൻ്റെ മൾട്ടിപ്ലയർ, അതായത് ഏത് നമ്പർ വെച്ചാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, പിന്നെ അപ്പം നമുക്ക് ന്യൂമറേറ്റർ എന്താണ് കിട്ടുന്നത്, ഡിനോമിനേറ്റർ എന്താണ് കിട്ടുന്നത്, അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ആ ഫ്രാക്ഷണൽ ഫോമിൻ്റെ മറ്റൊരു ഫോം എന്താണ്, അങ്ങനെയാണ് ടേബിളിൽ തന്നിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഫ്രാക്ഷൻ 2/3 ആണ്. 2/3യെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക്
ന്യൂമറേറ്റർ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 2 ആണല്ലേ. സോ 2 ഇൻറ്റു 4 ഈക്വൽ ടു 8 കിട്ടും. പിന്നെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 12 കിട്ടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റൊരു ഫോം എന്താണ്? 2/3 ഈക്വൽ ടു 8/12 എന്ന് നമുക്ക് പറയാം. ഇനി അതുപോലെ തന്നെ 2/3യെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്റർ എന്ത് വരും? 2 ഇൻറ്റു 6 ഈക്വൽ ടു 12 വരും. ഡിനോമിനേറ്റർ 3 ഇൻറ്റു 6 ഈക്വൽ ടു 18 വരും. സോ അനദർ ഫോം ഓഫ് ഫ്രാക്ഷൻ എന്താണ്? 2/3 ഈക്വൽ ടു 12/18. ഇനി അടുത്തത് 3/4 ആണ് ഫ്രാക്ഷൻ. അതിൽ നമുക്ക് മൾട്ടിപ്ലയറും ന്യൂമറേറ്ററും തന്നിട്ടില്ല, പകരം ഡിനോമിനേറ്റർ എന്താണെന്ന് തന്നിട്ടുണ്ട്. നോക്കൂ, ഡിനോമിനേറ്റർ 12 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ ഫ്രാക്ഷണൽ ഫോമിലെ ഡിനോമിനേറ്റർ വരുന്നത്, താഴെയുള്ള നമ്പർ വരുന്നത് 4 ആണ്. അപ്പോൾ 4നെ ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12 വരുന്നതെന്ന് നോക്കുക, അല്ലെങ്കിൽ 12 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. സോ 3 ആണല്ലേ ആൻസർ. 3 ഇൻറ്റു 4 ആണ് 12. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലയർ വരുന്നത് 3 ആണ്. ന്യൂമറേറ്റർ എന്ത് വരും? 3 ഇൻറ്റു 3 ഈക്വൽ ടു 9 വരും. സോ മറ്റൊരു ഫോം എന്താണ്? 3/4 ഈക്വൽ ടു 9/12 ആണ്. ഇനി അടുത്ത ഫ്രാക്ഷൻ 3/4 തന്നെയാണ്. അതിൽ നമുക്ക് മൾട്ടിപ്ലയറും ഡിനോമിനേറ്ററും തന്നിട്ടില്ല, ന്യൂമറേറ്റർ തന്നിട്ടുണ്ട് 12 ആണ്. അപ്പോൾ 12 ന്യൂമറേറ്റർ ആകുമ്പോൾ ഫ്രാക്ഷണൽ ഫോമിലെ ന്യൂമറേറ്റർ ഏതാണ്? മുകളിലുള്ള സംഖ്യ 3 ആണ്. 3 ഏത് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 12 കിട്ടുന്നത്? അല്ലെങ്കിൽ 12 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. ഏതാണ് മക്കളെ? 4 ആണല്ലേ. സോ 4 ഇൻറ്റു 3 ആണ് 12. അതുകൊണ്ട് മൾട്ടിപ്ലയർ വരുന്നത് 4 ആണ്. ഡിനോമിനേറ്റർ എന്ത് വരും? 4 ഇൻറ്റു 4 ഈക്വൽ ടു 16 ആണ്. സോ 3/4 ഈക്വൽ ടു മറ്റൊരു ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? 12/16 എന്നും എഴുതാം. Let's look at another kind of problem. Can we write the fraction 10/15 in another form with a smaller numerator and denominator? നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. 10/15 എന്നുള്ള ഒരു ഫ്രാക്ഷനെ നമുക്ക് ഇതിൻ്റെ ചെറിയ ഫോമിലേക്ക് മാറ്റാനായിട്ട് പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ് പറ്റുമോ അല്ലേ. എങ്ങനെയാണ്? 10നെയും 15നെയും നമുക്ക് 5 ഫാക്ടർ ആക്കിയിട്ട് എഴുതാം, അല്ലെങ്കിൽ 10നെയും 15നെയും നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡിവിസിബിൾ ആണ് നമുക്ക് പറഞ്ഞൂടെ? യെസ് അല്ലേ. അതായത് 10 എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 ആണ്. 15 എന്ന് പറയുന്നത് 3 ഇൻറ്റു 5 ആണ്. ദാറ്റ് മീൻസ് 10/15 എന്ന് പറയുന്നത് 2/3 ആണ്. 10നെയും നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്തു, 15നെയും നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ ഫോം ആയിട്ടുള്ള 2/3 കിട്ടി. ഹൗ ഡു വി റെഡ്യൂസ് 18/24 ലൈക്ക് ദിസ്? ഇതുപോലെ 18/24നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 18ഉം 24ഉം രണ്ടും ഈവൺ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ, ഇരട്ട സംഖ്യകളായതുകൊണ്ട് തന്നെ നമുക്കതിന് രണ്ടിനെയും 2 വെച്ച് ആദ്യം ഡിവൈഡ് ചെയ്യാം അല്ലേ. 18നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 ആണ്. അതായത് 18 എന്ന് പറയുന്നത് 9 ഇൻറ്റു 2 ആണ്. 24നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 ആണ്. അതായത് 24 എന്ന് പറയുന്നത് 12 ഇൻറ്റു 2 ആണ്. സോ നമുക്ക് 18/24നെ ആദ്യം 9/12 എന്ന് മാറ്റി എഴുതാം. ഇനി ഈ 9ഉം 12ഉം എന്താണ് മക്കളെ? രണ്ടിനും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഏതാണ്? രണ്ടിനെയും നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. 9നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 9/3 3 ആണ്. 12/3 4 ആണ്. സോ 3/4 എന്ന് നമുക്ക് എഴുതാം. Thus 18/24 ഈക്വൽ ടു 9/12 ഈക്വൽ ടു 3/4. അതുകൊണ്ട് തന്നെ നമുക്ക് 18/24ൻ്റെ വ്യത്യസ്ത ഫ്രാക്ഷണൽ ഫോംസ് ആണ് 9/12 അതുപോലെ 3/4 എന്ന് പറയാം. Like this, if the numerator and denominator of any fraction have a common factor, then we can remove this to get another form with smaller numerator and denominator. In general, we have this result. If the numerator and denominator of a fraction have a common factor, then dividing them by this common factor gives a form of this fraction. അപ്പോൾ ഏതൊരു വലിയ ഫ്രാക്ഷന് തന്നാലും, വലിയ സംഖ്യകളുടെ ഒരു ഫ്രാക്ഷന് തന്നാലും അതിനെ നമുക്ക് ചെറുതാക്കി മാറ്റി എഴുതാം. എങ്ങനെ? അതിനൊരു കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കുക. അതായത് ആ രണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഏതെങ്കിലും സെയിം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ ആ കോമൺ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ഫോമിലേക്ക് എത്താനായിട്ട് സാധിക്കും. In the second example above, we first divided the numerator and denominator of 18/24 by the common factor 2 and wrote it as 9/12. Then divided the numerator and denominator again by 3 to reduce it further and wrote it as 3/4. We can't make the numerator and denominator still smaller, can we? Why? 3/4 is called the form of 18/24 in lowest terms. അപ്പോൾ മുകളിൽ നമ്മൾ കണ്ട എക്സാമ്പിൾ ഉണ്ടല്ലോ, അതായത് 18/24നെ നമ്മൾ ചെറുതാക്കിയല്ലോ. അതിൽ നമ്മൾ ആദ്യം അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു, അങ്ങനെ 9/12 കിട്ടി. പിന്നെ 9/12നെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 3/4 കിട്ടി. അങ്ങനെ അവസാനം നമുക്ക് കിട്ടിയ ഫ്രാക്ഷണൽ ഫോം 3/4 ആണ്. ഈ 3/4നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. കാരണം എന്താണ്? രണ്ടിലും പൊതുവായിട്ടുള്ള ഒരു കോമൺ ഫാക്ടർ വരുന്നില്ല. അപ്പം അങ്ങനെ ഒരു കോമൺ ഫാക്ടർ വരാതെ ഉള്ള ഏറ്റവും ചെറിയ ഫ്രാക്ഷണൽ ഫോമിനെ നമ്മൾ ലോവസ്റ്റ് ടേംസ് എന്നാണ് പറയുക. ദാറ്റ് ഈസ് 3/4 ഈസ് കോൾഡ് ദ ഫോം ഓഫ് 18/24 ഈസ് ദ ലോവസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ 3/4 എന്ന് പറയുന്നത് 18/24ൻ്റെ ലോവസ്റ്റ് ടേം ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
In general, the form of a fraction in lowest term is got by removing all common factors of the numerator and denominator by division. അപ്പോൾ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ കോമൺ ഫാക്ടറിൽ ഏറ്റവും ചെറിയ ഇതിലേക്ക് എല്ലാ കോമൺ ഫാക്ടേഴ്സ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് ആ കോമൺ ഫാക്ടേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഏറ്റവും അവസാനത്തെ മെത്തേഡാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഫോമാണ് ലോവസ്റ്റ് ടേം എന്ന് നമുക്ക് പറയാം. നമുക്ക് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ലോവസ്റ്റ് ടേംസ്. താഴെ കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്, അതിനെ ലോവസ്റ്റ് ടേമിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 32/64 ആണ്. അപ്പോൾ 32നെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 16 കിട്ടും. 64നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 32 കിട്ടും. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 8/16 കിട്ടും. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 4/8 കിട്ടും. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2/4 കിട്ടും. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1/2 കിട്ടും. സോ 1/2 ആണ് ഇതിൻ്റെ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 27/81 ആണ്. ഈ രണ്ട് നമ്പേഴ്സിനെയും നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 27നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. 81നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 27 എന്ന് കിട്ടും. ഈ നമ്പേഴ്സിനെ വീണ്ടും നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 9/3 3 ആണ്. 27/3 9 ആണ്. വീണ്ടും ഈ നമ്പേഴ്സ് നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1/3 എന്ന് കിട്ടും. സോ 27/81ൻ്റെ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത് 1/3 ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് 9 വെച്ച് ഡിവൈഡ് ചെയ്താലും മതി കേട്ടോ. 27/9 എന്ന് പറയുന്നത് എത്രയാണ്? അങ്ങനെ 3 ആയിട്ട് വരും. അതുപോലെ 81/9 എന്ന് പറയുമ്പോൾ 9 ആണ്. സോ 3/9 എന്ന് വരും. പിന്നെ അതിനെ നിങ്ങൾക്ക് വീണ്ടും ചെറുതാക്കാം, 1/3 എന്ന് എഴുതാം. അങ്ങനെയും ചെയ്യാം. മൂന്നാമത്തേത് നോക്കൂ മക്കളെ, 30/45 ആണ്. സോ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, സിമ്പിളാണ്. മുകളിലുള്ളത് ഒരു ഈവൻ നമ്പർ ആണ്, താഴെയുള്ളത് ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് 2 വെച്ച് പറ്റില്ല. പക്ഷെ നമുക്ക് ഇതിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ. 30യും 45ഉം 5ൻ്റെ എന്താണ് മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 30യെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആണ്. പിന്നെ 45നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ആണ്. ഇതിനെ നമുക്ക് വീണ്ടും 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അതായത് 2/3 എന്ന് വരും. സോ 2/3 ആണ് ഇതിൻ്റെ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത്. 2/3 പിന്നീട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നാലാമത്തേത് 12/21 ആണ്. ഇതിനെ നമുക്ക് ഇതും നേരത്തെ പറഞ്ഞ പോലെ മുകളിലുള്ളത് ന്യൂമറേറ്റർ ഈവൻ നമ്പറും ഡിനോമിനേറ്റർ ഓഡ് നമ്പറുമാണ്. സോ നമുക്ക് 2 വെച്ച് പറ്റില്ല. പക്ഷെ രണ്ടും എന്താണ്? 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. സോ നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 12നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ്. 21നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ആണ്. സോ 4/7 ആണ് ഇതിൻ്റെ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഇതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. അഞ്ചാമത്തേത് 45/54 ആണ്. ഇവിടെ നമുക്ക് 5 വെച്ച് പറ്റില്ല. 55 ആണെങ്കിൽ പറ്റിയേനെ അല്ലേ. പക്ഷേ ഈ 45ഉം 54ഉം നമുക്ക് 9ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് 9 വെച്ച് ഡിവൈഡ് ചെയ്യാം. 45നെ 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5 ആണ്. 54നെ 6 ആണ്. 5/6 ആണ് ഇതിൻ്റെ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ ആസ് ഡിവിഷൻ. If a 2 meters piece of rope is divided into 3 equal pieces, what would be the length of each piece? ഒരു 2 മീറ്റർ നീളമുള്ള കയറ് അത് 3 ഈക്വൽ പീസസ് ആക്കിയാൽ അതിലൊരു പീസിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? നമുക്കറിയാം, നമ്മളത് 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. 2/3 മീറ്റേഴ്സ് ആയിരിക്കും അല്ലേ. 2 മീറ്ററിൽ 3 മീറ്റർ ആക്കി മുറിച്ചു. അങ്ങനെ വാട്ട് ഓഫ് വി കട്ട് 6 meters ലോങ് റോപ്പ് ഇൻ ടു 3 ഈക്വൽ പീസസ്. ഇനി 6 മീറ്റർ നീളമുള്ള കയറാണ് 3 ഈക്വൽ പീസസ് ആണെങ്കിൽ എത്ര ഉണ്ടായിരിക്കും ഒരു പീസ്? സിമ്പിളാണ്. നമുക്കതിനെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാം. 6/3 അല്ലെങ്കിൽ 6/3 = 2 meters ആയിരിക്കും. We have seen in class 5 that this 2 can be written as fraction. ഇത് നമുക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം അല്ലേ. എങ്ങനെ? 6/3 = 2. എനി ഡിവിഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ഫ്രാക്ഷൻസ് ലൈക്ക് ദിസ്. ഇതുപോലെ ഏത് ഡിവിഷനും നമുക്ക് ഫ്രാക്ഷൻ ആക്കി മാറ്റാം. നോക്കൂ, 8/2 = 4. അതിനെ നമുക്ക് 8/2 = 4 എന്ന് എഴുതാം. പിന്നെ അതുപോലെ 15/3 = 5 ആണ്. അതിന് നമുക്ക് 15/3 = 5 എന്ന് എഴുതാം. പിന്നെ 30/10 = 3 ആണ്. സോ അതിന് നമുക്ക് 30/10 = 3 എന്ന് എഴുതാം. Since any natural number divided by 1 gives that number itself, we can write all natural numbers as fractions. ഇനി ഏതെങ്കിലും ഒരു നമ്പറിനെ 1 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ നമ്പർ തന്നെ ആൻസർ കിട്ടും. അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. സോ അതുകൊണ്ട് ഏതൊരു നാച്ചുറൽ നമ്പറിനെയും നമുക്ക് ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം. അതായത് 1നെ നമുക്ക് 1/1 എന്ന് എഴുതാം, 2നെ 2/1 എന്ന് എഴുതാം, 3യെ 3/1 എന്ന് എഴുതാം, സോ ഓൺ. ഓക്കെ, ദിസ് റൈസസ് എ ക്വസ്റ്റ്യൻ. ഇൻ ഫ്രാക്ഷൻസ് റിട്ടൺ ആസ് ഡിവിഷൻ ഓൾസോ, can we remove the common factors of the numerator and denominator? ഇനി ഇത്തരത്തിൽ ഡിവിഷനിൽ നമ്മൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതിയുന്ന ഡിവിഷനിൽ നമുക്ക് എന്താണ് അതിലെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോമൺ ഫാക്ടേഴ്സ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നൊരു ചോദ്യം വന്നേക്കാം.
ദിസ് ടു ക്യാൻ ബി ഡൺ ആസ് വി ഹാവ് സീൻ ഇൻ ക്ലാസ് 5. ഇത് നമുക്ക് എന്തുപോലെ ചെയ്യാം? നമ്മളത് 5ാം ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മൾ 12 ഡിവൈഡഡ് ബൈ 6 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യാം? 12നെ 6 ഇൻറ്റു 2 എന്ന് എഴുതാം, അതുപോലെ 6നെ 3 ഇൻറ്റു 2 എന്ന് എഴുതാം. രണ്ടും 2ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കിയിട്ട് നമ്മൾ മാറ്റി എഴുതി. ദെൻ വി ക്യാൻ റിമൂവ് ദ കോമൺ ഫാക്ടേഴ്സ്. എന്നിട്ട് ഇതിലുള്ള കോമൺ ഫാക്ടർ ആയിട്ടുള്ള 2 നമ്മൾ രണ്ടിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 12/6 is equal to 6/3 equal to 2. അങ്ങനെയും പറ്റും. ദീസ് കമ്പ്യൂട്ടേഷൻസ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ഫ്രാക്ഷൻസ്. എങ്ങനെയാണ് ഫ്രാക്ഷൻസിന്റെ ഫോമിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. 12/6 ഈക്വൽ ടു 6 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 ഈക്വൽ ടു 6/3. രണ്ടിൽ നിന്നും 2 കട്ട് ചെയ്തു. ആൻസർ 2 ആണ്. സോ നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് ഫ്രാക്ഷൻസ് ഇൻ വേരിയസ് വേസ്. അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിനെല്ലാം ഫ്രാക്ഷൻസ് ആക്കിയിട്ട് പല രീതിക്ക് എഴുതാം എന്ന് പറയാം. അതായത് 1നെ നമുക്ക് 1/1 അല്ലെങ്കിൽ 2/2 ഈക്വൽ ടു 3/3 എന്ന് എഴുതാം. ഇതിൻ്റെയൊക്കെ ആൻസർ എന്താണ്? 1 തന്നെയാണ് അല്ലേ. 2വിന് അതുപോലെ 2/1, 4/2, 6/3 എന്ന് എഴുതാം. ഇതൊക്കെ എന്താണ്? 2 ആണ് ആൻസർ വരുന്നത്. അതുപോലെ 3യെ നമുക്ക് 3/1, 6/2, 9/3, അതുപോലെ 12/4 ഇങ്ങനെ പല രീതിക്ക് എഴുതാം. ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് 3 ആയിരിക്കും വരിക. സോ നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് ഫ്രാക്ഷൻസ് ആയിട്ട് പല രീതിക്ക് എഴുതാനായിട്ട് സാധിക്കുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. Again, we have seen in class 5 that divisions which involve reminders can also be written as fractions. ഇനി 5ാം ക്ലാസ്സിൽ നമ്മൾ റിമൈൻഡേഴ്സ് വരുന്നത്, അതായത് ബാക്കി വരുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, ശിഷ്ടം, ആ നമ്പേഴ്സ് വരുന്നതിനെയും ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇഫ് 3 cakes are divided equally between 2 children, each gets a full cake and half a cake. That is 1 plus half or 1.5 cake. This also we can write as a fractions. 3/2, 3 divided by 2 equal to 3/2, which is equal to 1.5 അല്ലെങ്കിൽ 1/2. അതായത് 3 കേക്ക് നമ്മൾ 2 കുട്ടികൾക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. സോ അവിടെ ഒരു കുട്ടിക്ക് എത്ര കിട്ടും? 1.5 കേക്ക് വീതം കിട്ടും അല്ലേ. ആദ്യം 3 കേക്കിൽ ഓരോ കേക്ക് വീതം 2 പേർക്കും കൊടുക്കും. പിന്നെ ബാക്കിയുള്ള ഒരു കേക്കിൽ നമ്മൾ പകുതി ആക്കിയിട്ട് 2 പേർക്ക് കൊടുക്കും. സോ അങ്ങനെ 1.5 കേക്ക്, അതാണ് 1/2 അല്ലെങ്കിൽ 1.5 എന്ന് പറയുന്നത്. In such fractions also can we remove common factors of the numerator and denominator. For example, see this problem. If 6 cakes are divided equally among 4 children, how much would each get? ഇനി 6 കേക്ക് 4 കുട്ടികൾക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നായിട്ട് കൊടുത്തു നോക്കാം. After giving 1 cake to each, there will be 2 cakes left. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുത്താൽ 4 പേർക്ക് ഓരോ കേക്ക് കൊടുത്തു, ബാക്കി 2 എണ്ണം ഉണ്ടായിരിക്കും. If each of these is cut into half, there would be 4 pieces, each of them half of a cake. ഇനി ഈ ബാക്കി വന്ന 2 കേക്ക് നമ്മൾ എന്താക്കി? രണ്ടും പകുതിയാക്കി കട്ട് ചെയ്തു. അങ്ങനെ പകുതിയാക്കി കട്ട് ചെയ്തപ്പോൾ എന്തായി? എന്നിട്ട് 4 പീസസ് ആയില്ല ടോട്ടൽ. ഈ 4 പീസസ് നമ്മൾ എന്ത് ചെയ്തു? ഓരോരുത്തർക്ക് കൊടുത്തു. അപ്പോൾ ഓരോരുത്തർക്കും 1.5 കേക്ക് വീതം അല്ലെങ്കിൽ 1.5 കേക്ക് വീതം കിട്ടി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. If these pieces are also distributed 1 to each, then what each gets together is 1.5 cake. ഓരോരുത്തർക്കും 1.5 കേക്ക് വീതം കിട്ടി. This can be done in another way. To divide 6 cakes between 4 children, we can split the kids into 2 sets of 2 and give 3 cakes to each set. ഇനി നമ്മൾ 6 കേക്ക് 4 കുട്ടികൾക്ക് വീതം വീതിക്കുന്നതിന് വേറൊരു രീതിക്ക് ചെയ്യാം. എങ്ങനെയാണ്? ആദ്യം 2 പേര് വീതമുള്ള ഗ്രൂപ്പുകളാക്കുക, 2 സെറ്റ് ആക്കുക. എന്നിട്ട് 2 പേർക്കും 3 കേക്ക് വീതം കൊടുക്കുക. 2 ഗ്രൂപ്പിനും 2 പേർക്കും 3 കേക്ക് വീതം കൊടുക്കുക. In each set, when 1 cake is given to each one of the kid, 1 cake will be left. ഓരോ ഗ്രൂപ്പിലും ആദ്യം എന്ത് ചെയ്തു? ഓരോ കേക്ക് വീതം ഓരോരുത്തർക്ക് കൊടുത്തു. അപ്പം എന്താണ്? ബാക്കി 2 ഗ്രൂപ്പിലും ഓരോന്ന് വീതം കൂടെ ഉണ്ടായിരിക്കും. If the remaining 1 cake in each group is cut into half a piece and given to each of the 2 children, then everyone gets half a cake more. ഇനി ആ ബാക്കിയുള്ള ഓരോ കേക്ക് പകുതിയാക്കിയിട്ട് ഓരോ കുട്ടികൾക്ക് കൊടുത്താലും അങ്ങനെയാണെങ്കിലും ഓരോരുത്തർക്കും 1.5 കേക്ക് വീതം ഉണ്ടായിരിക്കും. What did we see here? 6/4 equal to 3/2 equal to 1/2. അതായത് 6 കേക്ക് 4 പേർക്ക് ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ 6/4 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് 3/2 എന്ന് എഴുതാം. രണ്ടിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 3/2 എന്ന് എഴുതാം. ആ 3/2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1/2 എന്നാണ്, അല്ലെങ്കിൽ 1.5 എന്നാണ്. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ പ്രോബ്ലം.
നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 33 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി ബിറ്റ്വീൻ 12 പേഴ്സൺസ് ഹൗ മച്ച് വുഡ് ഈച്ച് ഗെറ്റ്? 33 ലിറ്റർ പാല് 12 പേർക്ക് ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് എത്ര കിട്ടും? ഹിയർ വി ഫസ്റ്റ് സ്പ്ലിറ്റ് 33 ആൻഡ് 12 ലൈക്ക് ദിസ്. 33യെ നമ്മൾ 3യുടെ മൾട്ടിപ്പിൾസ് ആക്കിയിട്ട് എഴുതുന്നു. 3 കോമൺ ഫാക്ടറായി വരുന്ന രീതിയിൽ എഴുതുന്നു. അതായത് 33യെ 11 ഇൻറ്റു 3 എന്നും 12നെ 4 ഇൻറ്റു 3 എന്നും എഴുതുന്നു. സ്പ്ലിറ്റ് ദ 12 പേഴ്സൺസ് ഇൻറ്റു 3 ഗ്രൂപ്പ്സ് ഓഫ് 4 ആൻഡ് ഗിവ് 11 ലിറ്റേഴ്സ് ടു ഈച്ച് ഗ്രൂപ്പ്. ഇനി 12 ആളുകൾക്ക് 3 ഗ്രൂപ്പ് വീതം ആക്കിയിട്ട് 11 ലിറ്റേഴ്സ് വീതം ഓരോ ഗ്രൂപ്പിനും കൊടുക്കുക. When the 4 persons in each group divide the 11 liters equally among themselves, each person gets 11 by 4 liters. അപ്പോൾ 11 ലിറ്റർ ഈ 4 പേർക്കിടയിൽ തുല്യമായിട്ട് വിധിക്കുമ്പോൾ ഒരാൾക്ക് 11 by 4 ലിറ്റേഴ്സ് ആണ് കിട്ടുക. That is 33 by 12 is equal to 11 by 4. Now, how do we write 11 by 4 as whole number and a fraction? ഇനി 11 by 4നെ നമുക്ക് ഹോൾ നമ്പറും ഫ്രാക്ഷനും ആക്കിയിട്ട് എങ്ങനെ മാറ്റി എഴുതാം? ആദ്യം നമ്മൾ 11നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് മൾട്ടിപ്പിളും റിമൈൻഡറും ആക്കി എഴുതുമ്പോൾ നമുക്ക് 2 ഇൻറ്റു 4 പ്ലസ് 3 എന്ന് കിട്ടും. അതായത് മക്കൾ 11 by 4 ചെയ്ത് നോക്കുക. 11 by 4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? 2 എന്നും പിന്നെ റിമൈൻഡർ 3 എന്നും വരും. ഡിവൈഡിങ് ദ റിമൈൻഡർ 3 ഓൾസോ by 4 we can write 3 divided by 4 equal to 3 by 4. ഇനി റിമൈൻഡർ വന്ന 3യെ നമ്മൾ 4 വെച്ച് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കൂ, നമുക്ക് ഇതുപോലെ 3 by 4 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതായത് 33 by 12 അല്ലെങ്കിൽ 11 by 4 എന്ന് ചെയ്യുമ്പോൾ മുകളിൽ കിട്ടുന്ന ആൻസർ 2 ആദ്യം എഴുതുക, റിമൈൻഡർ 3 ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക, പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത 4 ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. അതാണ് 2 3 by 4 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. In general, if we remove common factors of the numerator and denominator of a fraction, then we get another form of the same fraction. അപ്പോൾ നമുക്ക് കോമണി ആയിട്ട് എന്ത് പറയാം? ഒരു ഫ്രാക്ഷനിൽ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലുള്ള കോമൺ ഫാക്ടർ റിമൂവ് ചെയ്താൽ നമുക്കതിനെ ആ ഫ്രാക്ഷൻ്റെ തന്നെ മറ്റൊരു രീതിയിൽ മറ്റൊരു ഫോമിൽ എഴുതാം എന്ന് പറയാം. ദാറ്റ് ഈസ്, ഇൻ റൈറ്റിംഗ് ഡിവിഷൻസ് വിത്ത് റിമൈൻഡേഴ്സ് ആസ് ഫ്രാക്ഷൻസ് വി ക്യാൻ റിമൂവ് കോമൺ ഫാക്ടേഴ്സ് ഓഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഇനി താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ 1 നോക്കൂ. 20 liters of water is used to fill 8 identical bottles. How much liters of water is there in each bottle? 20 ലിറ്റർ വെള്ളം 8 ബോട്ടിൽസിൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ഫില്ല് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓരോ ബോട്ടിലിലും എത്ര വാട്ടർ വീതം ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം മക്കളെ? ടോട്ടൽ വാട്ടർ എന്ന് പറയുന്നത് 20 ലിറ്റേഴ്സ് ആണ്. ഇത് നമ്മൾ 8 ബോട്ടിൽസിലേക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോട്ടിലുള്ള കണ്ടെയ്ൻ ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് 20 by 8 ലിറ്റർ ആയിരിക്കും. ഈ 20 by 8ന് നമുക്ക് 2ലെയും 4 വെച്ചിട്ട് കോമൺ ഫാക്ടർ ആക്കിയിട്ട് മാറ്റി എഴുതാം അല്ലേ? 20യെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 5 ആണ്, 8നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 ആണ്. സോ ഇതിൻ്റെ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 by 2 ആണ്. അപ്പോൾ നമുക്കിനി 5 by 2 ചെയ്യാം. 5 divided by 2, 5ൽ 2 times 2 പോവും. അപ്പോൾ 2 മുകളിൽ എഴുതുക, റിമൈൻഡർ 1 വരും. സോ 2 ആദ്യം എഴുതി, റിമൈൻഡർ ആയിട്ടുള്ള 1 പിന്നെ എഴുതി, 2 1 by 2 ലിറ്റേഴ്സ് ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ റോപ്പ് ഓഫ് ലെങ്ത് 140 സെൻറ്റിമീറ്റേഴ്സ് ഈസ് കട്ട് ഇൻ ടു 16 ഈക്വൽ പീസസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഒരു കയറ് 140 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു കയറ് 16 ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു പീസിൻ്റെ ലെങ്ത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ ലെങ്ത് ഓഫ് റോപ്പ് എന്ന് പറയുന്നത് 140 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇതിനെ സെയിം ലെങ്ത് ഉള്ള 16 പീസസ് ആക്കിയാൽ ഒരു പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 140 by 16 ആണ്. ഇതിന് നമുക്ക് ചെറുതാക്കി എഴുതിക്കൂടെ? യെസ്, ചെറുതാക്കാം. 4 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 140യെ നമുക്ക് 35 ടൈംസ് 4 പോവും, 16ൽ 4 ടൈംസും. സോ 35 by 4 ആണ് ഇതിൻ്റെ ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത്. 35 by 4 ചെയ്ത് നോക്കാം. 35ൽ 4 8 ടൈംസ് പോവും, 8 into 4 32 ആണ്, റിമൈൻഡർ 3 വരും. സോ 8 3 by 4 സെൻറ്റിമീറ്റേഴ്സ് ആണ് ആൻസർ. നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ള ഹോൾ നമ്പർ ആദ്യം എഴുതുക, അതാണ് 8, പിന്നെ റിമൈൻഡർ എഴുതുക, അതാണ് 3, പിന്നെ by 4 നമ്മൾ ഏത് നമ്പർ ആച്ചാണോ ഡിവൈഡ് ചെയ്തത് ആ നമ്പർ ഡിനോമിനേറ്റർ ആക്കിയിട്ട് എഴുതുക. ഓക്കെ. Question 3. If 215 kilograms of rice is divided equally among 15 people, how much kilogram of rice would each get? 215 കിലോഗ്രാം അരി 15 ആളുകൾക്ക് തുല്യമായിട്ട് വിധിച്ചാൽ ഒരാൾക്ക് എത്ര കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. സോ ടോട്ടൽ റൈസ് എന്ന് പറയുന്നത് 215 കിലോഗ്രാം ആണ്. അത് 15 ആളുകൾക്ക് ഈക്വലി ഡിവൈഡ് ചെയ്താൽ ഒരാൾക്ക് കിട്ടുന്നത് 215 by 15 ആണ്. സോ ഇതിൽ നമുക്ക് 5 കോമൺ ഫാക്ടർ വെച്ചിട്ട് ചെയ്യാം. 215ൽ 5 43 ടൈംസ് പോവും, അതുപോലെ 15ൽ 5 3 ടൈംസ് പോവും. സോ 43 by 3 ആണ് ഇതിലെ
ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി 43/4 ഡിവൈഡ് ചെയ്ത് നോക്കാം. 43-ൽ 3 1 ടൈം, സോറി 4-ൽ 3 1 ടൈം പോകും. 1 × 3 3 ആണ്, 4 - 3 1 ആണ്. മുകളിലുള്ള 3 ഇറക്കി എഴുതുന്നു. അപ്പോൾ 13-ൽ 4 ടൈംസ് പോകും. 4 × 3 12 ആണ്, റിമൈൻഡർ 1. സോ ആൻസർ വരുന്നത് ഹോൾ നമ്പർ ആദ്യം എഴുതുക 14, ദെൻ റിമൈൻഡർ 1, പിന്നെ 1/3 ഏത് നമ്പർ വെച്ചാണോ ഡിവൈഡ് ചെയ്തത് അത്. സോ 14 1/3 കിലോഗ്രാംസ് ആണ് ആൻസർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണേ. 6ാം ക്ലാസ്സിലെ കൂടുതൽ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്